since the mid-90s, have been sponsoring radicals. They have been inciting people. They have become a base for the leadership for the Muslim Brotherhood, and the Muslim Brotherhood, you have to keep in mind, is what begot us Takfir and Hijrah, which begot us Al-Qaeda, which begot us Al-Nusra. The Qataris allow their senior religious clerics to go on television and justify suicide bombings. That's not acceptable. The Qataris harbor and shelter terrorists. That's not acceptable. And Nashri, the head of Al-Qaeda in the Arabian Peninsula in 2000, entered Saudi Arabia on a Qatari passport. ഇപ്പോൾ നമ്മൾ കാണുന്നത് 2018 സൗദിയിലെ വിദേശകാര്യമന്ത്രി അദൽ അൽ ജുബർ ഖത്തറിൽ ഉള്ള ചില തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഖത്തർ ദീർഘനാളുകളായിട്ട് അൽ ഖയ്ദ, നുസ്ര ഫ്രണ്ട്, ഇറാഖി ഹിസ്ബുള്ള, ലെബനോണിലുള്ള ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല അവരുടെ എല്ലാവിധ ചാനലുകളിൽ, പ്രത്യേകിച്ചും അൽ ജസീറ ചാനലിൽ പലയിടത്തുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികളെ ന്യായീകരിക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല അൽമൂത്തിയ ബോംബുകളുടെ സ്ക്വാഡുകളെ അവർ ന്യായീകരിക്കുന്നു എന്നൊക്കെയും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കാൻ കാരണം ഖത്തർ ദീർഘനാളുകളായിട്ട് ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടാണ് അതുപോലൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഖത്തറിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്, സൗദി അറേബ്യയിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്. അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് ഈ ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇസ്രായേൽ ഖത്തറിനെ അല്ല ആക്രമിച്ചത്, മറിച്ച് ഹമാസിനെയാണ് ആക്രമിച്ചത്. ഒരുപാട് ജിഹാദി തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാർ ഖത്തറിൽ താമസിക്കുന്നുണ്ടെന്നും അവർക്ക് അവിടെയുമായിട്ട് സാമ്പത്തിക രാഷ്ട്രീയ ബന്ധമുണ്ടെന്നുള്ളത് ഇസ്രായേലിന് നേരത്തെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഖത്തറിൻ്റെ അസ്ഥിവാരം തൂണ്ടുന്ന ഒരു പ്രക്രിയയാണ്. സൗദിയിലെ വിദേശകാര്യമന്ത്രി അപ്രകാരം വെട്ടിത്തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരു തെളിവുമില്ലാതെ അദ്ദേഹം പറയില്ല, പാര വെക്കാൻ അയാൾ പറയില്ല. അത് സത്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2018 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ 2025 അത് അനുവർത്തകമാണ്. ഹമാസിൻ്റെ എല്ലാ നേതാക്കന്മാരെങ്ങനെയാണ് ഖത്തറിൽ പോയിട്ടിരിക്കുന്നത്? അപ്പോൾ ഹമാസിൻ്റെ പല നേതാക്കന്മാരും ഖത്തറിലിരുന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനൊരു ഓപ്പറേഷൻ അവിടെ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഖത്തർ തീവ്രവാദികളെ പിന്തുണച്ചു കഴിഞ്ഞാൽ, അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തു കഴിഞ്ഞാൽ അത് ഖത്തറിൻ്റെ അധപ്പതനമായിരിക്കും. ഇസ്രായേൽ അവരെ വെറുതെ വിടുകയും ഇല്ല.